my dear friends, once again welcome back to Sequences and Series. ഇന്ന് ഈ സീക്വൻസ് ആൻഡ് സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ ഓൾറെഡി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിൽ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ അല്ല, ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് sum to n terms of some special sequence. Okay, sum to n terms of some special sequence. This is our heading. മക്കളെ, ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്നുവെച്ചാൽ 1 നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം തുടങ്ങുന്നത് എവിടെയാ? 1 തുടങ്ങും അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് 1, അടുത്ത നാച്ചുറൽ നമ്പർ 2 ആണ്. സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1 + 2 + 3 + 4 എനിക്ക് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഞാൻ എക്സെട്ര +10 വരെ എഴുതും. എനിക്ക് 100 നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ 1 + 2 + 3 + എക്സെട്ര +100 എഴുതും. ആ എത്ര എണ്ണമാണോ വേണ്ടത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പൊ എനിക്ക് വേണ്ടത് കൃത്യമല്ല, ഒരു റാൻഡം ആയിട്ടൊരു നമ്പറാണ്. ഞാനതിനെ n എന്ന് എടുക്കുമെന്ന് വിചാരിക്കാം. n can take any value. മീൻസ് 1000 ആകാം, 10,000 ആകാം, 10,025 ആകാം, 1,225 ആകാം, നോ പ്രോബ്ലം. അപ്പൊ ഏത് നമ്പർ വേണേലും ആകാം. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പറാണ് n. Then how to find the sum of the first n natural numbers? ഇതിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീക്ക് ആൽഫബറ്റായ സിഗ്മ എന്നുള്ള ഒരു സിമ്പിൾ ഉപയോഗിച്ച. സിഗ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 ഗ്രീക്ക് ആൽഫബറ്റ് ഉണ്ട്, കെമിസ്ട്രിക്കകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്. ഇത് ക്യാപിറ്റൽ സിഗ്മയാണ്, മറ്റൊന്നാണ് സ്മോൾ സിഗ്മ. ഇത് ഇങ്ങനെ എഴുതും, സിഗ്മ. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിഗ്മയാണ്, ക്യാപിറ്റൽ സിഗ്മയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ സിഗ്മ എന്ന് പറയുന്നത് സം എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന ഒരു നൊട്ടേഷനാണ്. അപ്പോൾ ഇതിന് നമ്മൾ എഴുതും സിഗ്മ n എന്ന് ഷോർട്ട് ഫോമിൽ എഴുതും. ഇത്ര എഴുതുന്നതിന് പകരം സിഗ്മ n എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എന്നിന് 1 കൊടുക്കുക, സിഗ്മ മീൻസ് പ്ലസ് ഇടുക. എന്നിന് 2 കൊടുക്കുക, പ്ലസ് ഇടുക. 3 കൊടുക്കുക, പ്ലസ് ഇടുക. 4 കൊടുക്കുക, പ്ലസ് ഇടുക. അങ്ങനെ ലാസ്റ്റ് n ടൈംസ്. ഇപ്പൊ സിഗ്മ ചിലപ്പോൾ സിഗ്മ n = 1 to 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് 1 കൊടുക്കുക, പ്ലസ് ഇടുക, 2 കൊടുക്കുക, പ്ലസ് ഇടുക, 3 കൊടുക്കുക, പ്ലസ് ഇടുക, എക്സെട്ര ലാസ്റ്റ് 10 കൊടുക്കുക. അവിടെ കൊണ്ട് തീരും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എന്നിന്റെ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും, എവിടെ വരെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനെയാണ് സിഗ്മ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ്. മീനിങ് ഇതാണ്, സമ്മേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റാൻഡം ആയിട്ടാണ് നമ്പർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സിഗ്മയുടെ നമ്പർ നമ്മൾ പ്രത്യേകം കൊടുക്കുന്നില്ല, നമ്മൾ എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സിഗ്മ n ഇതിനാണ് നമ്മൾ. there is a formula to calculate this one. That formula is n into n plus 1 divided by 2. ഇതാണ് സിഗ്മ n എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ മീനിങ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇതാണ് ഒന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സീരീസ് ഇതാണ്. സപ്പോസ് നമുക്ക് വേണ്ടത് 10 ടേമിന്റെ സമ്മാനം വിചാരിക്കാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേക്കും സിഗ്മ n എന്ന് എഴുതും. n = 1 to 10 എന്നുവെച്ചാൽ മീനിങ് 1 + 2 + 3 + 4 + എക്സെട്ര ഇങ്ങനെ കൂട്ടിയിട്ട് ലാസ്റ്റ് 10 എന്ന് എഴുതുക. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ ഈ ഫോർമുല കണ്ടുപിടിച്ചേക്കണേ. ഇതിന് നേരെ n എത്രയാണോ n, ഇവിടെ 10 ആണ്. അതുകൊണ്ട് 10 ഇൻറ്റു ഒന്നും കൂടെ കൂട്ടുക, 10 + 1 divided by 2. ദാറ്റ് ഈസ് 10 ഇൻറ്റു 11 divided by 2. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, 5 എന്ന് വരും. 55 എന്നാണ് ഇതിന്റെ ആൻസർ. നമ്മൾ ഇതിങ്ങനെ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതാണ്, 55 ആണ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഫോർമുലയാണ്. അതുപോലെ സിഗ്മ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ n = 1 to 100 ആണെന്ന് വിചാരിക്കുക. n വേരിയസ് ഫ്രം 1 to 100. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്നിന് പകരം 100 കൊടുക്കുക, പിന്നെ ഒന്നും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് വെട്ടിക്കളയാം, നമുക്ക് 50 എന്ന് എഴുതാം. ദെൻ 5 0 5 50 50 ഇതായിരിക്കും ഒരു നമ്പർ, ഇതിന്റെ വാല്യൂ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ പോയോ അല്ല, കറക്റ്റ് ആണ്, 5050. അപ്പോൾ നമ്മൾ ഇത് മുഴുവനും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഫോർമുല മാത്രം ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതാണ് ഈ ഫോർമുലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് മക്കളെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള. ഒന്നാമത്തത് എഴുതിക്കൊള്ളുക, സം ദി ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. ചെറിയ സബ്ഹെഡിങ്, സം ഓഫ് ദി SUM സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. ഓക്കെ, that is 1 plus 2 plus 3 plus etc plus n is equal to, ഇവിടെ നമുക്ക് ഫോർമുല എഴുതാം, n into n plus 1 divided by 2. that is sigma n is equal to, ഈ ബോക്സ്, that is sigma n is equal to n into n plus 1 divided by 2. ഈ ഫോർമുലയുടെ പ്രൂഫ് ഒക്കെ എങ്ങനെയാണ് ഈ ഫോർമുല കിട്ടുന്നതിന് എന്നതിനെ പറ്റിയുള്ള ഒരു പ്രൂഫ് ഒക്കെ നമുക്ക് നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിന്റെ പ്രൂഫിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. പ്രൂഫ് നമുക്ക് പിന്നെ അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ. ഓക്കെ മക്കളെ, and the second one is the sum of the squares of the first n natural numbers. Sum of the n natural numbers നമ്മൾ പഠിച്ചു, n into n plus 1 by 2. ഫോർമുല ബൈ ഹാർട്ട് ചെയ്തോണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുൻപോട്ടുള്ള ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ നമുക്കിത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്തോണം ഫോർമുല. അടുത്തത് ഇതാണ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1ന്റെ സ്ക്വയർ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ, പിന്നെ അടുത്തത് 2ന്റെ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ഏതാണോ അത് n സ്ക്വയർ. ഇപ്പൊ നമുക്ക് എന്നിന് ഏത് വേണമെന്ന വാല്യൂ കൊടുക്കാം. ഇപ്പൊ എന്നിന് 10 കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ എന്ന് വരും. അപ്പൊ അതിന് പകരമാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഫോർമുല ആയിട്ട് ഇതിനെ നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെയാണ് എങ്ങനെ എഴുതാം? സിഗ്മ മീൻസ് സം ആണ്. സിഗ്മ n സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. എന്നിന് നമ്മൾ 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, അങ്ങനെ മാറി മാറി കൊടുക്കുന്നു. സോ സിഗ്മ n സ്ക്വയർ. ഇതിനും ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല ഈസ് n into n plus 1 into 2n plus 1 divided by 6. ഇതാണ് ഇതിന്റെ ഫോർമുല. മക്കളെ, ഈ ഫോർമുലയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുലയും നിങ്ങളൊന്ന് പഠിച്ചോണം. n into n plus 1 into 2n plus 1 divided by 6. മറ്റേതിനെ കഴിഞ്ഞ് ഇത്രയും കൂടെ വലിയൊരു ഫോർമുലയാണ്. അതിനകത്തും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് സിഗ്മ n ആയിരുന്നു. സിഗ്മ n ഈസ് n into n plus 1 by 2 ആണ്. ഇതിന്റെ കൂടെ അതും ഉണ്ട്. കൂടാതെ ഒരു 2n plus 1 by ഒരു 3യും കൂടെ വരുന്നാലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആയിട്ട് കിട്ടത്തുള്ളല്ലോ. അപ്പൊ ഇത് ഫോർമുല, അത് നിങ്ങൾ പഠിച്ചോണം. സോ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതാം, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഫസ്റ്റ് n natural numbers. Okay, that is 1 square plus 2 square plus 3 square plus etc plus n square denoted by sigma n square. That is sigma n square is equal to n into n plus 1 into 2n plus 1 divided by 6. ഇതൊന്ന് ബോക്സ് ഔട്ട് ചെയ്തോണം. നമുക്ക് ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതൊന്ന് ബോക്സിനകത്താക്കിക്കൊള്ളാം. സിഗ്മ n സ്ക്വയർ ഈസ് ഈക്വൽ ടു n into n plus 1 into 2n plus 1 divided by 6. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. തേർഡ് വൺ, മൂന്നാമത്തത് ഇതാണ്, സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് n natural numbers. നമ്മൾ ഓൾറെഡി 1 plus 2 plus 3 plus etc എന്ന് കണ്ടുപിടിച്ചു. പിന്നെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ കണ്ടുപിടിച്ചു. അടുത്ത വരുമ്പം ക്യൂബ്സ് വരും. അതെങ്ങനെ എഴുതാം നമുക്ക്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ്
ക്യൂബ് എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ദാറ്റ് ഈസ് സിഗ്മ എൻ പറഞ്ഞോളൂ, സിഗ്മ എൻ ക്യൂബ്. യെസ് റൈറ്റ്, സിഗ്മ എൻ ക്യൂബ് എന്ന് എഴുതാം. സിഗ്മ ഫോർമുല ഈസ് വെരി സിമ്പിൾ. n into n plus 1/2 n plus 1/2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇത് ക്യൂബ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന്റെ സ്ക്വയർ ആണ് വരിക, ഹോൾ സ്ക്വയർ. സോ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിന്റെ സ്ക്വയർ എടുക്കാൽ നമുക്ക് ക്യൂബ്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിന്റെയും പ്രൂഫ് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നമ്മൾ പ്രൂഫിലേക്ക് പോകുന്നില്ല. സോ ഈ ഫോർമുലയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. സിഗ്മ എൻ ക്യൂബ് ഈസ് ഈക്വൽ ടു n into n plus 1/2 the whole square. That is the formula. ഓക്കെ മക്കളെ, അപ്പോൾ എഴുതിക്കോളൂ സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. That is 1 cube plus 2 cube plus 3 cube plus etc. plus n cube. That is sigma n cube is equal to n into n plus 1/2 the whole square. Okay. നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്, ഈ 3 സീക്വൻസ് ആണ് നമുക്ക് സ്പെഷ്യൽ സീക്വൻസ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ മക്കളെ, ഓക്കെ, let us have a question from this section. This is the question. Find the sum to n terms of the series 5 plus 11 plus 19 plus 29 plus 41. മക്കളെ, ഇത് ചെയ്യുന്നതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ പാറ്റേൺ ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണ്. അപ്പോൾ 1-2 പ്രോബ്ലത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട്, അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഫൈൻഡ് സം ടു n ടേംസ്. അപ്പോൾ നമ്മൾ SN എന്നങ്ങ് എഴുതാം. ഇതിനെ നമ്മൾ സം ടു n ടേംസിനെ സാധാരണ വിളിക്കുന്ന SN എന്നാണല്ലോ. സോ SN ഈസ് ഈക്വൽ ടു 5 പ്ലസ് 11 പ്ലസ് 19 പ്ലസ് 29 പ്ലസ് 41 പ്ലസ് എക്സെട്ര. ഇതിനെ നമുക്ക് ഫസ്റ്റിനെ ഇതിനെ T1 എന്ന് വിളിക്കാം, ഇതിനെ T2 എന്ന് വിളിക്കാം, ഇതിനെ T3 എന്ന് വിളിക്കാം, പ്ലസ് എക്സെട്ര. ഇത് നമുക്ക് n ടേംസിന്റെ സം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ലാസ്റ്റ് Tn എന്ന് വിളിക്കാം. T1 എന്ന് പറഞ്ഞാൽ 5 ആണ്, T2 എന്ന് പറഞ്ഞാൽ 11 ആണ്, T3 എന്ന് പറഞ്ഞാൽ 19 ആണ്, എക്സെട്ര. ഇനി നമുക്കിവിടെ Tn എന്ന് കണ്ടുപിടിക്കണം. അത് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര പ്ലസ് Tn. ഇത് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കത്തില്ലേ, സിഗ്മ Tn എന്ന് വിളിക്കാമല്ലോ, ഇത്രയും എഴുതുന്നതിന് പകരം. Tn എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുക, അപ്പോൾ T1 കിട്ടും, പ്ലസ് ഇടുക T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര പ്ലസ് Tn. അപ്പോൾ ഈ Sn എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിഗ്മ Tn ആണ്. ഇനി Tn എന്നാണെന്ന് കണ്ടുപിടിക്കും. ഇത് T1 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ, T2 എന്ന് പറഞ്ഞാൽ 11. ദെൻ അപ്പോൾ നമുക്കറിയാം T3 എന്ന് പറഞ്ഞാൽ 19 ആണ്. അങ്ങനെയാണ് ഇങ്ങനെ പോരുന്നത്. അപ്പോൾ നമ്മൾ Tn എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, ഈ T1 എന്ന് പറഞ്ഞാൽ 5 ആണ്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. T2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 5 പ്ലസ് 6 എന്ന് എഴുതാം. T3 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 6 പ്ലസ് 8 ആണ് അല്ലേ, ഇത് 10. അടുത്ത വരുന്ന നമ്മളുടെ വരുന്ന T4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് ഈക്വൽ ടു 5 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 ആണ് അല്ലേ, അത് 29 ആണ് വരിക. അതാണ് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് വന്നാൽ അതും തന്നിട്ടുണ്ട്, നമ്മുടെ തന്നിരിക്കുന്ന സീക്വൻസിനകത്തുണ്ട് 5 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 12 എന്നാണ് അല്ലേ. അപ്പോൾ ഇത് 41 എന്നാണ്, അതും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇനി ആ Tnന്റെ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, ഇത് വരുന്നത് ഇത്തരത്തിലാണ്. ഏതാണ് ലാസ്റ്റ്, അതായത് ഇത് 5 ആണെങ്കിൽ 5 പ്ലസ് 6 ആണ്. ദെൻ ഇത് 5 പ്ലസ് 5 ആണ്, ഫസ്റ്റ് ടൈം എപ്പോഴും 5 ആണ്. ദെൻ 6 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 12 പ്ലസ് എക്സെട്ര പ്ലസ് ഇങ്ങനെ പോവാം. ഇവിടെ നമുക്കറിയാം 5 ആണെങ്കിൽ പ്ലസ് 6 വന്നു. ഇത് 5 പ്ലസ് 6ന്റെ കൂടെ ഒരു ടൈമും കൊണ്ട് വന്നു. മൂന്നാമത്തെ ടൈം ആവുമ്പോൾ
അത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്കൊരു 5 കഴിഞ്ഞുള്ളത് ഒരു എ പി ആണ്. കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇതും അങ്ങനെയാ പോകുന്നത് അല്ലേ? ഇത് നമുക്ക് 5 + 6 + 8 അല്ലേ? ഇത് 6 + 8, ഇത് 6 + 8 + 10. അപ്പോൾ ഇവിടെ ഇത് ഒരു എ പി ആണ്. ഈ 6 + 8 + 10 എന്നുള്ള ഒരു എ പി ആണ് വിത്ത് ഫസ്റ്റ് ടേം 6 ആൻഡ് കോമൺ ഡിഫറൻസ് 2 എന്ന് പറയും. ഇവിടെ നോക്കിക്കോ, 6 + 8 + 10 + 12 എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എ പി വിത്ത് 6 മീൻസ് കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ ആക്ച്വലി ഇത് എ പി 6, 10, 12 എക്സെട്ര പോകുന്ന ഒരു എ പി ആണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വരുന്നതും ഒരു എ പി ആണ് വിത്ത് 6 + ഫസ്റ്റ് ടൈം ഇവിടെ 5 അല്ല, ഇത് മാത്രമാണ് ഒരു എ പി. ബ്രാക്കറ്റിനകത്തുള്ളത് മാത്രമാണ് ഒരു എ പി അല്ലെ? ഇനി ഇതിനകത്ത് എത്ര ടൈം ഉണ്ട്? T2-നാണ് 2 ടൈം ഉണ്ട്, T3-ക്കകത്താണെങ്കിൽ 3 ടൈം ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ 5 അങ്ങ് മാറ്റി നിർത്തിയാൽ എത്ര ടൈം ഉണ്ട്? 2 ടൈമേ ഉള്ളൂ. 2 ടൈമാണ്. ഇത് 5 അങ്ങ് മാറ്റി നിർത്തിയ പിന്നെ 3 ടൈംസ്. അപ്പൊ T5 ആണെങ്കിൽ ഇവിടെ 4 ടൈം വരും. അപ്പൊ ഈ Tn ആണെങ്കിൽ ഇവിടെ n-1 ടൈംസ് വരും അല്ലെ? നോക്കിക്കേ, ഇവിടെ 5 ആണെങ്കിൽ 4 ടൈംസ് വരും, 4 ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് 3 ടൈംസ് വരും, 3 ആണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് 2 ടൈംസ് വരും. അപ്പൊ ഇവിടെ എത്രയുണ്ടോ അതിനെ കഴിഞ്ഞും ഒരു ടൈം കുറവായിരിക്കും ഇത് വരിക. അപ്പൊ നമുക്ക് ഈ Tn നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ Tn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കേ. ഇത് n-1 ടൈംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇതിനകത്ത്. ഇത് മാത്രമല്ല, ഈ n-1 ടൈംസിന്റെ സമ്മല്ലേ എന്ന് നോക്കിക്കേ. ഇത് സം ടു n-1 ടൈംസ് ഓഫ് ആൻ എ പി അല്ലേ ഈ ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 6 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇത് Sn-1 ആണ് അല്ലെ? ദാറ്റ് ഈസ് 5 പ്ലസ് Sn-1 ഫോർമുല, Sn ഫോർമുല നമുക്കറിയാം, n/2 × 2a + n-1 × d ആണ് അല്ലെ? d ആണ്. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് n-1 ആയതുകൊണ്ട് n-1/2 × 2a + n-1 ൽ ഒന്നും കൂടെ കുറയും. സോ n-2 × d. മക്കളെ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ വരുന്നത്, ഇവിടെ n ആണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു 5 ആണെങ്കിൽ ഇതിനകത്ത് 4 ടൈംസ് വരും, 4 ആണെങ്കിൽ ഇതിനകത്ത് 3 ടൈംസ് വരും. അപ്പൊ ഇവിടെ n ആണ് വരുന്നെങ്കിൽ ഇതിനകത്ത് n-1 ടൈംസ് ആ വരിക. ആ n-1 ടേംസും ഒരു എ പിയിലാണ്. ആ n-1 ടേംസിന്റെ സമ്മാണ് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ Sn-1 എന്ന് എഴുതിയത്. Sn-1ന്റെ ഫോർമുല നമ്മൾ Sn-ന്റെ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. n-1/2 × 2a + n-1 that is n-2 × d. ഇനി വാല്യൂസ് കൊടുക്കാം. that is 5 plus n-1/2 × 2a, that is 2 × 6 plus n-2 × 2. ഓക്കെ, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടേം ആകും. അതാ Tn-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ that is equal to 5 plus n-1/2 × 12 plus 2n-4, that is 5 plus n-1/2 × നമുക്ക് 2n -4 plus 12 is +8 എന്ന് വരും. that is 5 plus n-1 × അതിനകത്തൊരു 2 ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ n+4 എന്ന് വരും, താഴെ ഒരു 2 വരും, ആ 2 × 2 കൂടെ കട്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് മിച്ചമുള്ളത് എന്താണെന്ന് നോക്കിക്കേ മക്കളെ. that's equal to 5 plus n-1 × n+4. ഇതാണ് നമ്മുടെ Tn എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. n × n n², n × 4 4n, -n -4, that is n². 4n - n is 3n plus 3n. 5 ഉണ്ട്, -4 ഉണ്ട്, +1 എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ Tn എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേക്കാം. ഇപ്പൊ T1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? n-ന് 1 കൊടുത്താൽ 1² plus 3 × 1 + 1, that is 1 plus 3 plus 1, that's equal to 5. T1 5 ആണ്. ഇനി T2 എന്ന് പറഞ്ഞാലോ 2² plus 3 × 2 plus 1,
4 plus 6 plus 1, 11. T3, 3 square plus 3 into 3 plus 1, that is 9 plus 9 plus 1, that's equal to 19. അല്ലേ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 5, 11, 19 അല്ലേ നമ്മുടെ ടേം പോകുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ 5, 11 കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട്. 5 11 19 കണ്ടോ. അപ്പൊ ആ തരത്തിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ടി എൻ ഒന്ന് കണ്ടുപിടിച്ചു. ടി എൻ എന്ന് പറഞ്ഞാൽ കിട്ടിയത് നോക്കിക്കാം മക്കളെ. ടി എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1. എൻ സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1. ഇനി നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. എസ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് സിഗ്മ ടി എൻ എന്നാണ്. അപ്പോൾ ആ സിഗ്മ ടി എൻ്റെ പകരം നമുക്ക് അവിടെ ആ ടി എൻ്റെ വാല്യൂ കൊടുക്കാം. സോ ഇറ്റ് ഈസ് സിഗ്മ എൻ സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫോം. ഇനി ഈ സിഗ്മ ഓരോന്നിനും കൊടുക്കാം. സിഗ്മ എൻ സ്ക്വയർ പ്ലസ് സിഗ്മ 3n പ്ലസ് സിഗ്മ 1. നമ്മളിങ്ങനെ സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ എന്നുള്ളത് വിചാരിച്ചാൽ മതി. സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ഈ സിഗ്മ 3n എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ എന്നിട്ട് കൂട്ടുക. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു 3 ആണ്. അപ്പോൾ 3 into 1 പ്ലസ് 3 into 2 പ്ലസ് 3 into 3. അപ്പൊ ഈ എല്ലാത്തിനകത്ത് 3 ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് 3 into സിഗ്മ എന്ന് എഴുതാം. ഓക്കെ, ദെൻ സിഗ്മ 1. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താ? എസ് എൻ ആണ്. എസ് എൻ എന്ന് പറഞ്ഞാൽ സം ടു എൻ ടേംസ് ആണ്. അപ്പൊ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 1 ഇടുക, പ്ലസ് ഇടുക, വീണ്ടും 1 ഇടുക, പ്ലസ് ഇടുക, വീണ്ടും 1 ഇടുക, പ്ലസ് ഇടുക, 1 പ്ലസ് 1 പ്ലസ്, അങ്ങനെ എത്ര എണ്ണം ഇടണം? എത്ര ടേം ഉണ്ടോ അത്ര എണ്ണം അല്ലെ? എത്ര ടേമാ ഉള്ളത്? n ടേംസ് ആണ്. അപ്പൊ നമ്മള് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 പ്ലസ് 1 പ്ലസ് എത്ര ടൈംസ് 1? n ടൈംസ്. സോ ഇറ്റ് ഈസ് n. അപ്പൊ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പൊ സിഗ്മ 2 എന്ന് പറഞ്ഞാലോ 2n വരും. സിഗ്മ 3 എന്ന് പറഞ്ഞാലോ 3n വരും. അങ്ങനെ പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും ഫോർമുല ആയതുകൊണ്ട് അല്ലേ, സിഗ്മ എൻ സ്ക്വയർ നമ്മൾ ഫോർമുല ഉണ്ട്. n into n plus 1 into 2n plus 1 divided by 6 നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്ലസ് സിഗ്മ എന്നിന്റെ ഫോർമുല ഉണ്ട് 3 into എന്നിന്റെ സിഗ്മന്റെ ഫോർമുല n into n plus 1 by 2 plus n. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഈക്വൽ ടു n into ഇത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു n into n plus 1 by 2 ഇങ്ങ് പുറത്തെടുക്കാം. അപ്പൊ n into n plus 1 by 2 പുറത്തെടുത്തു. മിച്ചം ഇവിടെ 2n plus 1 ഉണ്ട്. താഴേന്ന് 2 പോന്നാൽ പിന്നെ 3 ഉണ്ട്. പ്ലസ് n into n plus 1 വന്ന് പോന്നാൽ പിന്നെ 3 ഉണ്ട്. അത്രയേ ഉള്ളൂ. പ്ലസ് n. ഇതിനകത്ത് കോമൺ ഇല്ല, അതോട് മാറി നിൽക്കണം. ഓക്കെ, സോ n into n plus 1 divided by 2 into ഇത് ക്രോസ് ചെയ്യാം. 2n plus 1 plus 3 into 3 9 by 3 plus n. Okay, that's equal to n into n plus 1 by 2 into നമുക്ക് സിംപ്ലിഫൈ ആവല്ലോ. ഇത് 2n plus 10 divided by 3 plus n. വേണമെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു ഒന്ന് ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n into n plus 1 into 2n. ഇതിനകത്തൊരു 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. ഒരു 2 പോന്നാൽ 2 into n plus 5 എന്ന് വരും. ഡിവൈഡഡ് ബൈ 6 പ്ലസ് n വരും. ഇത് വെട്ടി 3 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് n into n plus 1 into n plus 5 ക്രോസ് ചെയ്യാം. പ്ലസ് 3n ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് n ഇങ്ങ് കോമൺ എടുക്കാം. n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 വരും. പ്ലസ് 3 വരും. ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യാം. n സ്ക്വയർ പ്ലസ് 5n plus n plus 5 plus 3 divided by 3. That is n into n square plus 5n plus n is 6n plus 5 plus 3 is 8 divided by 3.
ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ കൊണ്ട് എഴുതി നിർത്തിയാലും മതിയാവും, ഇല്ലെങ്കിൽ ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് n ഇൻറ്റു ഇതിനെ നമുക്ക് n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് 2 അതായത് പ്രോഡക്റ്റ് രണ്ടെണ്ണ നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 8ഉം സം എടുക്കുമ്പോൾ 6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ. അപ്പൊ അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും മതിയാവും. അപ്പോൾ ഇതിനെ നമുക്ക് ഇത്തരത്തിൽ വേണേൽ എഴുതാം. അപ്പോൾ ഒന്ന് നോക്കിയോ, n ഇൻറ്റു n n സ്ക്വയർ വരും 4n പ്ലസ് 2n ദാറ്റ് ഈസ് 6n പ്ലസ് 8 ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ Sn എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കിക്കാം മക്കളെ, അപ്പോ സിംപിളി Sn എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഫോർമുലയാണ് നമ്മളിപ്പോ കിട്ടിയേക്കണേ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ അകത്ത് 10 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ n പകരം ജസ്റ്റ് 10 കൊടുത്താൽ മതി. സോ 10 ഇൻറ്റു 12 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 3 ഒറ്റ വാലയാണ്. അപ്പൊ 100 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് n നേരെ 100 കൊടുത്താൽ മതി, ഒറ്റ ഫോർമുല കിട്ടും. അപ്പൊ ഇത് മുഴുവൻ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ മക്കളെ മനസ്സിലായോ? ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കാം മക്കളെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ DGPയുടെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. APയുടെയും GPയുടെയും ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളിത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് മറക്കരുത്. ഒരിക്കൽ അബ്ദുൽ കലാം പറയുണ്ടായി, all the friends are gold, new friends are diamonds. If you get diamonds, don't forget gold, because only gold can hold a diamond. Yes. നമ്മുടെ പുതിയ ഫ്രണ്ട്സിന് നമുക്ക് പഴയ ഫ്രണ്ട്സിന് ഗോൾഡ് ആണെങ്കിൽ പുതിയ ഫ്രണ്ട്സ് ഡയമണ്ട്സ് ആണ്. പക്ഷെ ഡയമണ്ട്സിനെ കിട്ടിയാൽ നമ്മൾ ഗോൾഡിനെ മറക്കരുത്. കാരണം ഈ ഗോൾഡിന് മാത്രമേ ഉള്ളൂ ഈ ഡയമണ്ടിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഡയമണ്ട് എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഈ ഗോൾഡിനകത്താണ്. So don't forget the gold. So that means don't forget the previous things. When you get a new thing, don't forget the previous things. So let us practice and practice. Practice makes perfection. So remember these things in mind and let us see in the next class. Until then, goodbye.